യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി പിൽമ മനോജ്, ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ശ്രീ CN വിജയകൃഷ്ണൻ, വേദിയിലിരിക്കുന്ന മറ്റു ഡയറക്ടർമാർ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ബാക്കി പല രാജ്യത്തു നിന്ന് കിട്ടുന്ന അവാർഡുകളെക്കാളും പ്രൈസുകളെക്കാളും എത്രയോ അധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സ്വന്തം നാട്ടിൽ, സ്വന്തം ചാലപ്പുറത്ത് നിങ്ങളെല്ലാവരും ഒരുക്കി വെച്ച ഈ സ്വീകരണം. അത് പ്രത്യേകിച്ചും ശ്രദ്ധേയമായ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുക എന്നത് അതിലും വലിയ സന്തോഷവും സുഖവും തരുന്നു. അതുകൊണ്ട് വളരെ വിനയത്തോടും നന്ദിയോടും കൂടി ഞാനത് സ്വീകരിക്കുന്നു. ഈ ചടങ്ങിനെ പറ്റി അച്ഛൻ എന്നോട് 2-3 മാസം മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ബാങ്കിൻ്റെ ഓരോ കാര്യങ്ങളും ഫോണിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സസ്റ്റൈനബിലിറ്റി എന്ന ഡിസിപ്ലിനിൽ ഞങ്ങൾ വളരെയധികം റിസർച്ച് ചെയ്യുന്നുണ്ട്. പല ഗവൺമെൻറ്റുകളും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ചൈന, സിംഗപ്പൂർ, UAE, മലേഷ്യ. അതിൽ ഒരു വലിയ സെക്ഷനാണ് സസ്റ്റൈനബിൾ ഫൈനാൻസിങ്. അപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ശ്രീ ചന്ദ്രൻ നായർ, അദ്ദേഹം മലേഷ്യയിലെ ഒരു സിറ്റിസണാണ്. അദ്ദേഹം സസ്റ്റൈനബിൾ ഫൈനാൻസിങ്ങിൽ ലോകത്ത് വെച്ച് തന്നെ വളരെ വലിയൊരു എക്സ്പേർട്ടാണ്. അദ്ദേഹം വേൾഡ് ഇക്കണോമിക് ഫോറം അതിലെ ബോർഡ് മെമ്പറാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ അഡ്വൈസറാണ്. ഞാൻ അദ്ദേഹത്തിനെ ചന്ദ്രൻ ചേട്ടൻ എന്നാണ് വിളിക്കുക. അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് കോപ്പറേറ്റീവ് സെക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പല തത്വങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിനെ വിജയം ആക്കുന്ന പല കാരണങ്ങളും അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ അത് ഈ സ്ഥാപനത്തിനെ പറ്റി അച്ഛൻ പറയുന്ന പല പല അനുഭവങ്ങളുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു സ്ഥാപനം വർഷങ്ങളായി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അതിന് മുൻഗണന തന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷൻ തീർച്ചയായും ശ്രീ CN വിജയകൃഷ്ണൻ്റെ ആ വിഷനാണ് അതിനൊരു വളരെ വലിയ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൽ ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 18ാം നൂറ്റാണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം. അത് പലർക്കും അറിയില്ല. അത് നമ്മളെല്ലാവരും സാധാരണ നമ്മുടെ ധാരണ ഈ കോപ്പറേറ്റീവ് സെക്ടർ തുടങ്ങിയത് യൂറോപ്പിലാണെന്നാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് 18ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ എംപയർ, തെസാലി എന്ന മോഡേൺ ഗ്രീസിൽ ഉള്ള ഒരു സ്ഥലത്താണ് ശരിക്കും ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയത്. പക്ഷെ അത് തുടങ്ങിയതിന് ശേഷം കുറേ കാലം ആ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ യൂറോപ്പിൽ അപ്പോഴാണ് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ റെലവൻസും പ്രസക്തിയും വളരെയധികം ആയത്. അതിലൊരു പാഠവുമുണ്ട്. ആ പാഠം ഇപ്പോഴും നമുക്ക് വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന സമയത്ത് യൂറോപ്പിൽ
വളരെയധികം ഓട്ടോമേഷൻ മെഷീനറി വന്നു കഴിഞ്ഞ് അത് കാരണം സമൂഹത്തിന് പല തടസ്സങ്ങളും വന്നിരുന്നു. സാധാരണക്കാർക്ക് പല വിഷമങ്ങളും അത് വരുത്തിയിരുന്നു. റെഗുലറായിട്ടുള്ള ബാങ്കിങ് സംവിധാനങ്ങൾ സമൂഹത്തിൻ്റെ കുറഞ്ഞ ഇൻകം ഉള്ള വിഭാഗങ്ങളെ അവഗണിച്ചപ്പോൾ ഉണ്ടായ ഒരു സംവിധാനമായിട്ടാണ് കോപ്പറേറ്റീവ് സെക്ടർ തുടങ്ങിയത്. അത് ബാങ്കിങ് ആണെങ്കിൽ ജർമ്മനിയിലാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തുടക്കം. കോപ്പറേറ്റീവ് ബാങ്ക് എപ്പോഴും ഞാൻ 3 കൊല്ലം ന്യൂയോർക്കിൽ കോൾഗേറ്റിൽ ജോലി ചെയ്തിരുന്നപ്പം അമേരിക്കയിൽ മുഴുവൻ ഇപ്പോഴും ഇത്രയും ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള രാജ്യമായ അമേരിക്കയിലും കൂടി ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ ധാരാളമുണ്ട്. അത് വലിയ ബാങ്കുകൾ കൊടുക്കാത്ത റേറ്റിൽ വായ്പകൾ കുറഞ്ഞ ശമ്പളമുള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ മലേഷ്യയിൽ ബാങ്ക് റക്യത്ത് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്. അത് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതിനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 10 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉണ്ട്. അത് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ്. പിന്നെ ഫ്രാൻസിലുണ്ട്, അതുപോലെ തന്നെ വളരെ വലിയ കോപ്പറേറ്റീവ് ബാങ്കാണ് ക്രെഡിറ്റ് അഗ്രിക്കോൾ. ക്രെഡിറ്റ് അഗ്രിക്കോൾ എന്ന് പറയുന്ന ബാങ്ക് പബ്ലിക് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ലോകത്തിലെ ടോപ്പ് 10 ബാങ്ക് റവന്യൂ പ്രകാരം ഉണ്ടാകും. അതുപോലെ റെവേ എന്ന് പറഞ്ഞ ജർമ്മനിയിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കോപ്പറേറ്റീവ് ബാങ്കിങ് ഒരു വളരെ കറന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. അതിൽ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് കോപ്പറേറ്റീവ് ബാങ്ക് നന്നായി പോകുള്ളൂ. അതിൻ്റെ പല ആശയങ്ങളും ഈ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ അത് ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞത് സമൂഹത്തിനോടുള്ള സേവനം അതൊരു ഏറ്റവും പ്രധാനമായ ഒരു ആശയമാണ്. അത് യുണൈറ്റഡ് നേഷൻസ് ഇപ്പോൾ സസ്റ്റൈനബിൾ ഫൈനാൻസിങ്ങിൽ അവർക്കൊരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് ട്രിപ്പിൾ ബോട്ടം ലൈൻ. ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു സെക്ടറിന് 3 കാര്യമാണ് ശരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്. ആദ്യത്തത് സോഷ്യൽ, രണ്ടാമത്തത് എൻവയറമെന്റൽ, മൂന്നാമത്തത് ഇക്കണോമിക്. ഭാവിയിൽ ഇത് 3ഉം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ വളരെയധികം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും ഈ ലോകത്ത്. അതിൻ്റെ ഇംബാലൻസ് കാരണം തന്നെയാണ് ഇന്ന് നമ്മുടെ പല സോഷ്യോ ഇക്കണോമിക് പ്രശ്നങ്ങളും വരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ആയാലും അതെ, പല യുദ്ധങ്ങളുടെയും പിന്നിലുള്ള കാരണം നമ്മൾ ശരിക്കും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നത് അതിൻ്റെ പിന്നിലുള്ളത് ഈ 3 കാര്യത്തിൻ്റെ ഇംബാലൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനം സോഷ്യലാണ്. അത് കോപ്പറേറ്റീവ് സെക്ടർ തുടങ്ങിയത് സമൂഹത്തിനെ ശ്രദ്ധ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലായാലും ഡയാലിസിസ് സെൻ്റർ ആയാലും അതെല്ലാം ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളെ നമ്മൾ പഠിച്ചു നോക്കിയാൽ വേറെ 2-3 ഫാക്ടേഴ്സ് നമുക്ക് കോമൺ ആയിട്ട് കാണാം. സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ. അത് കൈര കോപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് പിന്നീട് വർഗീസ് കുര്യൻ അതിനെ അമൂൽ എന്ന ബ്രാൻഡ് ആയിട്ടാണെന്ന് നമ്മൾ അറിയപ്പെടുന്നത്. തുടക്കത്തിൽ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൈര കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ് ഗുജറാത്തിൽ തുടങ്ങിയത്.
അതിലാണെങ്കിലും ബാങ്ക് രക്യത്തിലാണെങ്കിലും ക്രെഡിറ്റ് അഗ്രിക്കോൾ ആണെങ്കിലും 2-3 ഫാക്ടേഴ്സ് കാണാം. അത് രണ്ടാമത്തത് ആദ്യം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി ഫോക്കസ് അല്ലെങ്കിൽ സമൂഹത്തിനെ ഫോക്കസ് ചെയ്യുന്നത് അതൊരു വലിയ കാരണമാണ്. രണ്ടാമത്തത് ഇത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ യുഎൻ്റെ ചില ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. IRFS എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫൈനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ കുറച്ച് കൊല്ലത്തിനുള്ളിൽ ഈ ബ്രിക്സും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സും കാരണം മിക്കവാറും അതിൻ്റെ ചില സ്റ്റാൻഡേർഡ്സ് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിനും അപ്ലിക്കബിൾ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ റിസർച്ചും വേറെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിസർച്ചും പറയുന്നത്. അത് വരികയാണെങ്കിൽ ഗവേണൻസ്, ഡയറക്ടർമാരുടെ അലേർട്ട്നെസ്, പിന്നെ ജീവനക്കാരുടെ അലേർട്ട്നെസ്, ട്രാൻസ്പാരൻസി, വളരെയധികം ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഉള്ള റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ബുക്ക്, ഇതൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് നല്ല കോപ്പറേറ്റീവ് ബാങ്കിനും സസ്റ്റൈനബിളായി കുറേ കൊല്ലം സക്സസ്ഫുൾ ആവണമെങ്കിൽ ആവശ്യമുള്ള ഒരു പ്രധാന ഫാക്ടറാണ്. പിന്നെ അത് മുമ്പ് പറഞ്ഞ മാതിരി വിജയകൃഷ്ണൻ സർ പറഞ്ഞ മാതിരി തന്നെ ജീവനക്കാരുടെ ലോയൽറ്റി, ആത്മാർത്ഥത, ജീവനക്കാരുടെ സ്കില്ല്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് എത്രയും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ഏത് സ്ഥാപനത്തിനും നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു സക്സസ് ഫാക്ടറാണെന്ന്. പക്ഷെ കോപ്പറേറ്റീവ് സെക്ടറിൽ പ്രത്യേകിച്ചും അതൊരു വളരെ വലിയ ഫാക്ടറാണ്. വേറൊന്ന്, ചൈനയിലായാലും ശരി, മലേഷ്യ ആയാലും ശരി, യൂറോപ്പിലായാലും ശരി, ഞങ്ങൾ കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സിവിക് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് സെക്ടർ. അത് 2 തരത്തിലാണ് സപ്പോർട്ടിൻ്റെ ആവശ്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന്. ഒന്ന്, ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കമ്പനി ആണെങ്കിലും അതിൻ്റെ ബോർഡിനെയും അതിൻ്റെ മാനേജ്മെൻറ്റിനെയും കഴിയുന്നത്ര ഓട്ടോണമി കൊടുക്കുക, അധികം ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, അധികം പ്രഷർ ഇടാതെയുള്ള ആ ഓട്ടോണമി കൊടുക്കുന്നത് അതൊരു വളരെ വലിയ സക്സസ് ഫാക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ കാലത്തിനൊപ്പമുള്ള റെഗുലേഷൻസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസിൻ്റെ പിന്നെ 2-3 ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് ഒന്ന് TCFD എന്ന് പറയും, ടാസ്ക് ഫോഴ്സ് ഫോർ ക്ലൈമറ്റ് റിലേറ്റഡ് ഫൈനാൻഷ്യൽ ഡിസ്ക്ലോഷർ. അത് പല സെക്ടറിലും നമ്മൾ സാധാരണ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിലും അധികം നമ്മുടെ ഓപ്പറേഷൻസ് എങ്ങനെ കാലാവസ്ഥയെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടിങ്ങിനുള്ള ചില ഡിമാൻഡ്സ് വരും. അത് ചില രാജ്യങ്ങളിൽ, യൂറോപ്പിൽ അതിൻ്റെ പൈലറ്റ് തുടങ്ങിക്കഴിഞ്ഞു. 4-5 വർഷത്തിൽ അത് ചൈനയിലും വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ TNFD, ടാസ്ക് ഫോഴ്സ് ഫോർ നേച്ചർ റിലേറ്റഡ് ഫൈനാൻഷ്യൽ ഡിസ്ക്ലോഷർ, കഴിഞ്ഞ വർഷം ടാസ്ക് ഫോഴ്സ് ഫോർ ഇൻഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഫൈനാൻഷ്യൽ ഡിസ്ക്ലോഷർ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനത്തെ റെഗുലേഷൻസിനൊപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതിന് ഉള്ള ലോസും അതിനെ സ്റ്റാറ്റ്യൂട്ട്സുമാക്കി മാറ്റുന്നത് ഒരു വലിയ സക്സസ് ഫാക്ടറാണ്. അത് വളരെയധികം കോപ്പറേറ്റീവ് സെക്ടറിനെ ശക്തമാക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. 2 ഫാക്ടേഴ്സും കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം, അല്ലെങ്കിൽ ഒരുപാടുണ്ട്, ഒരു 8-10 ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ 2 ഫാക്ടേഴ്സ് കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം അതിന് വരുന്നുണ്ട്. അത് ഒന്ന്, ടെക്നോളജി പല രാജ്യത്തും കോപ്പറേറ്റീവ് സെക്ടറിലെ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിലെ ടെക്നോളജി യൂസേജ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പോൾ ചൈനയിലും ഹോങ്കോങ്ങിലും
പിന്നെ കുറച്ച് മലേഷ്യയിലും ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ചൈനയിലും ഹോങ്കോങ്ങിലും കോർപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഒരു വലിയ കോമ്പറ്റീഷൻ ഫിൻടെക് കമ്പനികളാണ്. ഫിൻടെക് കമ്പനികൾ നമ്മൾ സാധാരണ വിചാരിക്കില്ല അത് കോർപ്പറേറ്റീവ് സെക്ടർ ഉപയോഗിക്കുന്ന ചെറുകിട കർഷകന്മാരോ അല്ലെങ്കിൽ ലോവർ ഇൻകം വിഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഫിൻടെക് കമ്പനികളുടെ ബാങ്കിങ് സർവീസ് ഉപയോഗിക്കുന്നുള്ളത്. പക്ഷെ പലരും ഫിൻടെക് കമ്പനികളിലേക്ക് അവരുടെ സർവീസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കമ്പനികളിൽ. അപ്പം ടെക്നോളജി എത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അതിൽ 2-3 ആസ്പെക്റ്റ് ഉണ്ട്. ടെക്നോളജി എന്ന് പറയുന്നത് വെറും സോഫ്റ്റ്വെയറോ വെറും പ്രോഡക്റ്റ്സോ അല്ല, പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനും വളരെ ഒരു പ്രാധാന്യമുള്ളതാണ്. കഴിയുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൺസ്യൂമേഴ്സിന് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ നന്നാക്കാൻ കഴിയുന്നത്ര ഡൈവേഴ്സിഫൈ ചെയ്യുക. പക്ഷെ അതിലും കൂടുതൽ പ്രാധാന്യമുള്ളത് ജീവനക്കാരുടെ സ്കിൽസും അവരുടെ ടെക്നോളജി അഡാപ്റ്റേഷനും കൂടുതൽ ശക്തമാക്കുക എന്നതാണ്. പിന്നെ ഒരു ഫാക്ടറും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു തരം ഡൈലമയാണത് കോപ്പറേറ്റീവ് സെക്ടറിലുള്ളത്. ഇത് തുടങ്ങിയത് ഇപ്പോഴും ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ബാങ്ക് കൂടുതൽ സേവിക്കുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് എന്നീ സെക്ടറുകളാണ്. അത് ചൈനയിലായാലും ശരി, ഇന്തോനേഷ്യയിലായാലും മലേഷ്യയിലായാലും ഇന്ത്യയിലായാലും ഫ്രാൻസിലെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് അഗ്രിക്കോളായാലും വലിയ അതിൻ്റെ ഇൻഫ്ലുവൻസ് അഗ്രികൾച്ചറിലാണ്. ഇത് ആ ബേസ് വിട്ടു പോകുന്നത് അതിലൊരു റിസ്ക് ഉണ്ട്. പക്ഷേ അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാതെ വേറെ തരത്തിലുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ സേവിക്കാത്തതിലും ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, എങ്ങനെ അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് വരുത്തുന്നു എന്നത് വളരെ പ്രാധാന്യമുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം, വേൾഡ് ബാങ്ക് ഒരു 2 മാസം മുമ്പത്തെ ഒരു വളരെ വലിയ ലോൺ കേരള ഗവൺമെൻറ്റിന് ഒരു കേര പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് റെസിലിയൻസ്. നമ്മുടെ പല ക്രോപ്സും ക്യാഷ് ക്രോപ്സും കേരളത്തിൻ്റെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഈൽഡ് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻസ് എങ്ങനെ വരുത്താൻ പറ്റുന്നു, അതിനുള്ള ഫൈനാൻസിങ്ങും കൂടിയാണ് ഈ കേര പ്രോജക്റ്റ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും സസ്റ്റൈനബിലിറ്റി കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ഒരു വളരെ വലിയ പുതിയ കേപ്പബിലിറ്റി ആയിട്ട് മാറുകയാണ്. അത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന ഡിസിപ്ലിനെ പറ്റി ആലോചിക്കില്ല. പലപ്പോഴും നമ്മൾ ഫൈനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ HR അല്ലെങ്കിൽ ലീഗൽ ഇങ്ങനത്തെ ഏരിയാസിനെ പറ്റിയാണ് ആലോചിക്കുക. പക്ഷേ സസ്റ്റൈനബിലിറ്റി എന്ന ഡിസിപ്ലിനിൽ എത്രയും വേഗം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എത്രയും വേഗം അതിൽ നമ്മുടെ കഴിവ് കൂട്ടാൻ പറ്റും. ഒരു 5-6 കൊല്ലത്തിൽ അതൊരു വളരെ വലിയ ഫാക്ടറായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കുറച്ച് ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി എനിക്കിത് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജനിച്ച് വളർന്ന കളിച്ചു വളർന്ന ചാലപ്പുറത്തുള്ള ഇതുപോലുള്ള ശ്രദ്ധേയമായ വിജയകരമായ ഒരു സ്ഥാപനത്തിൽ എൻ്റെ അച്ഛൻ അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഈ അനുമോദനം, ഈ അംഗീകാരം എനിക്ക് സത്യമായിട്ടും
സാഹിത്യ അക്കാദമിയുടെയും പിന്നെ പുഷ്കാർട്ടിൻ്റെയും എല്ലാത്തിനേക്കാളും വലിയൊരു അംഗീകാരമാണ്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ഇനിയും ശക്തമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അത്ര നന്നായിട്ട് ചെയ്യില്ല. ഞാൻ കവിത എഴുതും, പറയുന്നത് കഴിയുന്നതും ഞാൻ കവിതയിൽ തന്നെ പറയും. അത് ഇത്രമാത്രം ഞാൻ പറയാനുള്ളൂ. ഇതിൽ ഈ സദസ്സിലും വളരെ ചെറുപ്പക്കാരുണ്ട്. എൻ്റെ അച്ഛനമ്മയ്ക്കും എൻ്റെ അനുജനൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ 17 വയസ്സ് തൊട്ട് കവിത എഴുതി തുടങ്ങി. കവിത എന്ന് പറയുന്നത് എനിക്ക് ലോകത്തിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോകത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എനിക്ക് എഴുതണ്ട എന്ന് വിചാരിച്ചാലും എഴുതി പോകും. അപ്പോൾ ഈ പുസ്തകം അതുപോലെ ഞാൻ പല സ്ഥലത്ത് യാത്ര ചെയ്ത് പല സ്ഥലത്ത് ജീവിച്ച അനുഭവങ്ങൾ, എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചില ചിന്തകളും ചില വികാരങ്ങളും രേഖപ്പെടുത്തിയ ഒരു യാത്രയാണ് ഈ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അത് ചില കവിതകൾ അതിൽ അധികം ആലോചിക്കാതെ ചിലപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ഒരു കവിത ഒരു മുഴുവനായിട്ട് ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ വരുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ പലപ്പോഴും എഴുതി കഴിഞ്ഞാൽ ഞാനാണോ ഇത് എഴുതിയത് എന്ന് തോന്നും. പലപ്പോഴും എനിക്കൊരു ഞാനൊരു വെസലാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓറിയന്റേഷനാണ് ഈ പുസ്തകത്തിൽ. എനിക്ക് ഇപ്പോഴും ഇപ്പോൾ സച്ചിദാനന്ദൻ സാർ എന്നോട് പറഞ്ഞു ഇത് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് വളരെ ജനറസ് ആയിട്ട് അദ്ദേഹം ഒരു റിവ്യൂ എഴുതി തന്നു. എന്നോട് പറഞ്ഞു ഇതുമാതിരി എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം 1-2 വളരെ വലിയ കവികളുടെ പേര് പറഞ്ഞു. അജയനാഥ് പോലത്തെ ഒരു സ്ഥാനം കിട്ടും എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇപ്പോൾ സച്ചിദാനന്ദൻ സാറിൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ കവികളുടെ അത് വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഞാനൊരു കുട്ടി ചെറുപ്പത്തിൽ കവിത എഴുതിയ അതുപോലത്തെ ഒരു വികാരമാണ് തോന്നുന്നത്. അത് കാരണം ഞാൻ കവിതാ പുസ്തകം നിങ്ങൾക്ക് വായിക്കാമെങ്കിൽ വായിക്കൂ. അതിന് ചിലപ്പോൾ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആ പുസ്തകത്തിന് വരാൻ ചാൻസ് ഉണ്ട്. അത് മാതൃഭൂമി കുറച്ച് അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മലയാളം ട്രാൻസ്ലേഷൻ അത് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.